ഹലോ കൂട്ടുകാരെ, ഞാൻ ജിനു പ്രതി. വെൽക്കം ബാക്ക് ടു ജിനു പ്രതി ഹോം യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ, ഇവിടെ അടുത്തുള്ള ഉക്കടം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് മീൻ മാർക്കറ്റുണ്ട്. അപ്പോൾ അവിടെ പോയി മീൻ വാങ്ങി. ഇപ്പം നോയമ്പൊക്കെ തുടങ്ങുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തത് നോയമ്പ് തുടങ്ങുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്. ഇപ്പം നോയമ്പൊക്കെ തുടങ്ങി ഒരാഴ്ചയായി. അപ്പോൾ ഇത് ഒരാഴ്ചയ്ക്ക് മുമ്പുള്ള വീഡിയോയാണ്. അതെനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത്. അപ്പം ഞങ്ങളുടെ നോയമ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് ഒരു കലാശക്കൊട്ടുണ്ടായിരിക്കുമല്ലോ. കാരണം ഇനി 50 ദിവസത്തേക്ക് നീണ്ട നോയമ്പാണ്. അപ്പം നമുക്ക് നോൺ വെജൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അടുത്ത് തന്നെ ഉക്കടം എന്ന് പറയുന്ന സ്ഥലത്ത് വലിയൊരു മീൻ മാർക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി മീൻ വാങ്ങുന്നതും അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഇത് രാമനാഥപുരം റോഡാണ്. ഇവിടുന്ന് നേരെ പോയ ചുങ്കത്തിൽ നിന്ന് ഉക്കടം. അപ്പോൾ ഇവിടെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് വീഡിയോ ഇടുന്ന ആ ഒരു സമയത്ത് ഈ റോഡ് പണിയൊക്കെ കഴിഞ്ഞ് റോഡെല്ലാം ക്ലീൻ ആക്കിയായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഡിവൈഡറൊന്നും വെച്ചിട്ടില്ല. നമുക്ക് നന്നായിട്ട് ഒരു കുഴപ്പമില്ലാതെ റോഡ് റെഡിയാക്കിയായിരുന്നു ആ ഒരാഴ്ചക്കുള്ളിൽ തന്നെ. അപ്പോൾ നമ്മളിപ്പം മീൻ മാർക്കറ്റിലേക്ക് പോവുകയാണ്. ഇപ്പോൾ രാവിലെ ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ട് സമയം. ചെറുതായിട്ട് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമുക്ക് 6:30ക്ക് ചെന്നാലും അവിടെ ഭയങ്കര ആൾക്കാരാണ്. അവിടെ ഒരു 4 മണി 4:30ക്കൊക്കെ മീൻ വിൽക്കാൻ തുടങ്ങും. ലോറികൾ വന്ന് മീൻ ഇറക്കും. ആ സമയത്ത് വലിയ കടക്കാരും ഹോട്ടലുകാരും പിന്നെ ഈ വൈകുന്നേരം മീൻ വറക്കുന്ന ഓരോ ചെറിയ ചെറിയ കടകളുണ്ട്. അപ്പം മീൻ കട പോലെ. അപ്പോൾ അവരും ഒക്കെ രാവിലെ വന്ന് എടുത്തുകൊണ്ട് പോകും. പിന്നെ നമ്മളെപ്പോലെയുള്ള വീട്ടാവശ്യത്തിനുള്ളവരൊക്കെ കുറച്ച് നേരം കഴിഞ്ഞ് 5:30 6 മണിയൊക്കെ ആകുമ്പോൾ ചെല്ലും. അത് എപ്പോൾ ചെന്നാലും മീൻ കുറച്ച് കുറവായിട്ട് കാണത്തേ ഉള്ളൂ. പക്ഷേ മീൻ ഒരു ഉച്ചവരെ ഒക്കെ കാണുമായിരിക്കുമെന്ന് തോന്നുന്നു. ഞാൻ ഉച്ചയ്ക്കൊന്നും പോയിട്ടില്ല. ഞാൻ എപ്പോഴും 6 മണി 6:30ക്കാണ് പോകാറുള്ളത്. ഞങ്ങൾ സൺഡേ പോകും. രാവിലെ പോകും. ഒരു 5:45 6 മണിക്ക് പോയിട്ട് വരും. പോകുന്ന വഴിയിൽ ഒരു കരിക്ക് കട കണ്ടു. അപ്പോൾ അവിടെ ഇറങ്ങി 20 രൂപ 30 രൂപയാണ് ഒരു കരിക്കിന്. അവിടെ നിന്നൊരു കരിക്ക് കഴിച്ചു. ഇതിപ്പോൾ പോകുന്നത് ഈ റോഡെന്ന് പറയുന്നത് ഒരു വലിയ പാർക്ക് റോഡാണ്. ഇവിടെ പിള്ളേരെ നമുക്ക് കൊണ്ടുവന്ന് കളിപ്പിക്കാനും പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയയും ഗ്രൗണ്ടൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്, കുതിരസവാരിയുണ്ട്. അങ്ങനെ ഈ ഒരു 2-3 കിലോമീറ്റർ നീളത്തിലുള്ള ഈ റോഡിൻ്റെ ഈ സൈഡ് ഇവർ ഒരു തടാകം പോലെ 2 തടാകമാണ്. 2 തടാകം പോലെ നിർമ്മിച്ച് അതിങ്ങനെ ഒരു പിള്ളേർക്ക് കളിക്കാനും പിന്നെ രാവിലെ ആൾക്കാർക്ക് വാക്കിംഗ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഏരിയ ആക്കിയേക്കുവാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ മാർക്കറ്റിൽ വന്നു. അപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. വണ്ടിയും കാര്യങ്ങളും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. മീൻ വാങ്ങാനുള്ള ആൾക്കാരൊക്കെ ഒത്തിരി പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കടകളും പറഞ്ഞാൽ 100 150 കടയല്ല, അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. നമ്മളിങ്ങനെ വില പേശി ഇങ്ങനെ ആദ്യം ഒന്ന് ചുറ്റി നടക്കും. ഈ കാണുന്നതല്ല, അങ്ങ് ബാക്ക് സൈഡിലോട്ട് പോയാൽ അവിടെ എല്ലാം കടകളാണ്. അപ്പോഴത്തേക്കിന് ഞങ്ങളിങ്ങനെ എല്ലാ മീനും കണ്ട് നടക്കും. നല്ല മീനുകളൊക്കെ നമ്മൾ ആദ്യം നോക്കി കണ്ടു വെക്കും. കണ്ടു വെച്ചിട്ട് നമ്മൾ തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് ഇതിൽ നല്ല മീനാണ് ബാക്ക് സൈഡ് അങ്ങോട്ട് പോകുന്ന സൈഡിലൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് വാങ്ങും. അതല്ല ഇവിടെ ആദ്യം കണ്ട ഇടത്ത നല്ല മീനെങ്കിൽ തിരിച്ചിവിടെ വന്ന് മീൻ വാങ്ങും. അപ്പോൾ ഇവിടെ ഭയങ്കര വെറൈറ്റി മീനുകൾ. നമുക്കിതിൻ്റെ ഒന്നും പേരറിയത്തില്ല. എനിക്കാകെ അറിയാവുന്ന മത്തിയായില്ല, അങ്ങനെ കുറച്ച് മീനുകളുടെ പേരുകളെ അറിയത്തുള്ളൂ. പക്ഷേ കടകളിലുള്ളതും പലരും മലയാളീസാണ്. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കും, ഇത് വറുത്താൽ നല്ലതാണോ കറി വെച്ചാൽ നല്ലതാണോ എന്നൊക്കെ ചോദിക്കും. പിന്നെ ഇവിടെ തന്നെ നമുക്ക് വെട്ടിയും തരും. അത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി വെട്ടുവോ, നമ്മൾ പറയുന്ന രീതിയിൽ അവർ ചെറിയ ചില്ലിക്കാണോ എങ്ങനത്തെ രീതിക്കാണെന്ന് പറഞ്ഞാൽ മതി. അവർ ആ രീതിക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മീൻ വെട്ടിത്തരും. നമ്മൾ വീട്ടിൽ പോയി കഴുകി കറി വെച്ചാൽ മാത്രം മതി. അപ്പം മൊത്തം ഒരു കടയിൽ ഒരു മലയാളിയിലും ഇല്ലാതിരിക്കത്തില്ല. അത്രയ്ക്കും മലയാളികളുടെ ഒരു സംഗമം തന്നെയുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ മീനിൻ്റെ പേരൊന്നും അറിയത്തില്ലെങ്കിലും ചോദിച്ചിട്ടൊക്കെ ഉള്ളൂ മീൻ വാങ്ങത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെ വന്നാൽ നമ്മളിത്രയും ഇവിടെ വരുന്നതാണെങ്കിലും എന്നോർത്ത് 4-5 ടൈപ്പ് മീൻ വാങ്ങും. മീൻ വാങ്ങിയിട്ട് ഇവിടെ തന്നെ നമ്മൾ 20 രൂപ 30 രൂപ കൊടുത്താൽ ചെമ്മീൻ ഒക്കെ ക്ലീൻ ചെയ്യുന്നതിന് 60 രൂപ 40 രൂപയോ 60 രൂപയോ എങ്ങാണ്ടുമാണ്. ബാക്കിയുള്ളതിനൊക്കെ 20 രൂപയേ ഉള്ളൂ. മീൻ വെട്ടി 1 കിലോ മീൻ വെട്ടി അത് കോടിട്ടൊക്കെ തരുന്നതിന് 20 രൂപയൊക്കെ ഉള്ളൂ.
ചില മീൻ ഇച്ചിരി പൊളിക്കാനും ഒക്കെ പാടുള്ള മീനൊക്കെയാണ് 30 രൂപയുള്ളൂ. എന്ത് പറഞ്ഞാലും നമുക്കത് ലാഭമാണ്. നമ്മൾ ഈ വീട്ടിൽ പോയി നമുക്കിത് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഇങ്ങനെ വാങ്ങുക. ഈ സൈഡുകളിൽ ഇങ്ങനെ ആൾക്കാർ ഇരിപ്പുണ്ടായിരിക്കും ക്ലീൻ ചെയ്ത് തരാനായിട്ട്. അപ്പോൾ അവർ നമുക്ക് ക്ലീൻ ചെയ്ത് തരും. അങ്ങനെ നമ്മൾ വാങ്ങിക്കൊണ്ട് പോകുക. അതൊരു നല്ല കാര്യമായതുകൊണ്ട് നമുക്ക് ഇച്ചിരി മീൻ കൂടുതൽ വേണമെങ്കിലും വാങ്ങാം. ഇത് മൊത്തം വീട്ടിൽ പോയി ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണെങ്കിൽ നമ്മളെ കൊണ്ടിത് പറ്റത്തില്ല. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞാനിവിടെ ഇറങ്ങിയിട്ട് ഞാൻ ഈ തടാകം നിങ്ങളെ കാണിക്കുവാണ്. അതായത് ഇവിടെയാണ് ബോട്ടിങ്. നമ്മൾക്ക് പിള്ളേരുമായിട്ട് നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു ഏരിയയാണിത്. ഇവിടെ ഇങ്ങനെ ഞായറാഴ്ച ഉച്ച കഴിയുമ്പോഴൊക്കെ വന്നാൽ ഇവിടെ ബോട്ടിങ് കാര്യങ്ങൾ, പിന്നെ ഈ കുതിര സവാരി അങ്ങനെയുള്ള പിന്നെ കടകളൊക്കെ വരും. നല്ല രസമാണ്. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് ഇവിടെ ഈ റോഡ് ഇങ്ങനെ വിജനമായിട്ട് കിടക്കുന്നത്. ഇതിപ്പോൾ കുറച്ചൊരു 10 മണിയായാൽ ഇവിടെ ആൾക്കാർ വരാൻ തുടങ്ങും. കോളേജ് പിള്ളേരും അങ്ങനെ ഒത്തിരി പേര് വന്ന് ഇവിടെ സൈഡിൽ പാർക്ക് പോലെയുണ്ട്, നമുക്ക് ഇരിക്കാനും ഒക്കെയുള്ള, പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ഊഞ്ഞാൽ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. നമ്മളിപ്പം മെയിൻ റോഡിൽ കൂടെ തന്നെ അങ്ങ് വീട്ടിലോട്ട് പോവുകയാണ്. കാരണം ഇത് ചെന്ന് നമ്മൾ റെഡിയാക്കി വെക്കണം. മീനെല്ലാം വെട്ടിയാണ് വാങ്ങിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഒത്തിരി നേരം നമുക്ക് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കാനും പറ്റത്തില്ല. അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് അതിൻ്റെ നമ്മൾ മസാലകളൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാനുള്ളത് വെക്കണം, കറി വെക്കാനുള്ള കറി വെക്കണം. പിന്നെ രാവിലത്തെ കാപ്പിക്കുള്ളത് അപ്പത്തിനുള്ള മാവെല്ലാം അരച്ച് വെച്ച് അത് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. അത് എല്ലാം ചെന്നിട്ട് വേണം നമുക്ക് ചെയ്യുവാനായിട്ട്. അപ്പം എനിക്ക് അങ്ങോട്ട് ഒത്തിരി ഇതായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. അകത്തോട്ടുള്ള റോഡുകളുണ്ട്. ആ റോഡിലോട്ട് പോയാലാണ് പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയ ഒക്കെ ഉള്ളത്. അപ്പം ഇപ്പം തന്നെ ആൾക്കാർ ഇവിടെ വരാൻ തുടങ്ങി. വന്ന് ഇരുന്ന് പിള്ളേരുമായിട്ടൊക്കെ വന്നിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഭയങ്കര നല്ല ഒരു ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മീനെല്ലാം വാങ്ങി വീട്ടിൽ വന്നു. ഞാൻ ചെമ്മീൻ, ഞണ്ട്, പിന്നെ ഒരു കറിമീൻ, ഇതിങ്ങനെ വൈകുന്നേരങ്ങളിൽ കടകളിലൊക്കെ ഇങ്ങനെ ചില്ലിയായിട്ട് വറുത്ത് കൊടുക്കുന്ന മീനാണ്. ഇത് പിള്ളേർക്ക് മുള്ളൊന്നുമില്ല. പിള്ളേർക്ക് നമുക്ക് വറുത്ത് കൊടുത്താൽ അവർ കഴിച്ചോളും. പിന്നെ മത്തി, പിന്നെ പച്ച നങ്ക്. ഇപ്പം പച്ച നങ്കിൻ്റെ ഒന്നും തൊലി ഉരിയാനൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അതൊക്കെ അവിടെ ചെയ്യിപ്പിച്ചു. പിന്നെ ഇതിൻ്റെ പേര് ഐക്കോരയാണോ എന്തോ ഒന്ന് പേര് പറഞ്ഞു, ഞാനതിൻ്റെ പേര് മറന്നുപോയി. പിന്നെ ഞാൻ ചെമ്മീൻ അവിടെ ക്ലീൻ ചെയ്യിപ്പിച്ചില്ല. അവിടെ അവർ അതിൻ്റെ തൊണ്ട് മാത്രമേ പൊളിച്ച് തരത്തുള്ളൂ. പിന്നെ അതിൻ്റെ അകത്തെ ആ നാരൊക്കെ അവരെടുക്കത്തില്ല. നമ്മളിവിടെ തന്നെ വന്ന് എടുക്കണം. അതുകൊണ്ട് ഞാൻ തന്നെ വന്ന് ചെയ്തോളാം എന്ന് വിചാരിച്ച് ഞാൻ അത് മാത്രം ക്ലീൻ ചെയ്യിപ്പിച്ചില്ല. ഇപ്പം നമ്മൾ മീനെല്ലാം കഴുകി എല്ലാത്തിലും കറക്റ്റായിട്ടുള്ള മസാലയൊക്കെ ഇട്ട് വെച്ചു. കറി വെക്കാനുള്ള മീൻ ഞാൻ എടുത്തു മാറ്റി. അപ്പോൾ ചെമ്മീൻ ഇപ്പം കറിയാക്കാൻ പോകുവാണ്. ഇതാണ് ആ കറിമീൻ പിള്ളേർക്ക് കൊടുക്കുന്നത്. അത് ചില്ലി സൈസിലാണ് ഞാൻ പാതി കട്ട് ചെയ്യിപ്പിച്ച് വാങ്ങിച്ചേക്കുന്നത്. പിന്നെ ഞാൻ രാവിലത്തെ കാപ്പിക്കുള്ള കാര്യങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് നോക്കി. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്, ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവരോടും ബൈ.